ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ്, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ. ശബരിമലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള പോലീസിന്റെ സ്ഥിരം സംവിധാനമാണ് സന്നിധാനം പോലീസ് സ്റ്റേഷൻ. വർഷത്തിൽ മുഴുവൻ സമയവും ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകുമെങ്കിലും മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രം കേസെടുക്കുന്നതിനുള്ള പ്രത്യേക അധികാരത്തോടെയാണ് ഈ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം. ഒരു സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ കീഴിൽ 20 പോലീസ് ഉദ്യോഗസ്ഥരുള്ള സന്നിധാനം പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം അല്പം വ്യത്യസ്തമാണ്. ശബരിമലയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനാണിത്. വർഷത്തിൽ മുഴുവൻ സമയവും പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകുമെങ്കിലും മണ്ഡല മകരവിളക്ക് കാലത്ത് മാത്രം കേസെടുക്കുന്നതിനുള്ള പ്രത്യേക അധികാരത്തോടെയാണ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം. പമ്പയിലെ പോലീസ് സ്റ്റേഷനു കീഴിലാവും സാധാരണ സമയത്തെ പ്രവർത്തനം. ഈ തീർത്ഥാടന കാലത്ത് 2 സുമോട്ടോ കേസുകളാണ് ഇതുവരെ ഇവിടെ രജിസ്റ്റർ ചെയ്തതെന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനൂപ് ചന്ദ്രൻ പറയുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി, പിന്നെ ഏതെങ്കിലും വിധമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ അതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സ്റ്റേഷൻ പ്രവർത്തനം തുടരുന്നത്. ഈ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാസപൂജയ്ക്ക് ഒരു CA റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇവിടെ ചാർജ്. ആ സമയം ഇവിടെ കുറ്റകൃത്യങ്ങളും മറ്റും ഉണ്ടായാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസെടുക്കേണ്ടതും മറ്റും പമ്പ പോലീസ് സ്റ്റേഷനാണ്. മാസപൂജയ്ക്ക് ശേഷം വരുന്ന സമയങ്ങളിൽ പത്തനംതിട്ട AR ക്യാമ്പിലെ ESയുടെ നിർദ്ദേശപ്രകാരം ഒരു SA റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും 9 പോലീസുകാരും ഉൾപ്പെടെ 10 പേരുടെ 24 മണിക്കൂറിൽ സുരക്ഷിതയിലാണ് സന്നിധാനവും പരിസരം. സന്നിധാനത്ത് ഒറ്റപ്പെട്ടു പോവുകയോ കാണാതാവുകയോ ചെയ്യുന്നവരെ കണ്ടെത്തൽ, നഷ്ടപ്പെട്ടു പോകുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ CCTVയുടെ സഹായത്തോടെ കണ്ടെത്താൻ സഹായിക്കൽ തുടങ്ങി തീർത്ഥാടകർക്ക് തുണയാവുകയാണ് സ്റ്റേഷന്റെ പ്രവർത്തനം. സന്നിധാനത്ത് കാണാതാവുന്നവരെ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ കണ്ടെത്താൻ സാധിക്കാറുണ്ട്. ഭിക്ഷാടനത്തിനായി സന്നിധാനത്തെത്തിയവരെ പമ്പയിലെത്തിച്ച് സാമൂഹികനീതി വകുപ്പിന്റെ സഹായത്തോടെ സുരക്ഷിതമായ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരുന്നു. മൊബൈൽ ഫോണുകളും പേഴ്സുകളും ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോയ 50ഓളം വസ്തുക്കളും ഈ തീർത്ഥാടന കാലത്ത് വീണ്ടെടുത്തു. ന്യൂസ് ഡെസ്ക്, ടുഡേ ന്യൂസ്. ശബരിമല വിശേഷങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു കല്യാൺ സിൽക്സ്, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.